നമുക്കെല്ലാം അറിയാൻ ഇഷ്ടമാണ്. കുറ്റം പറയാൻ, കുറ്റം ആരോപിക്കാൻ, എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ഒരാൾ ചെയ്തതായിട്ട് കേട്ടുകഴിഞ്ഞാൽ പത്രക്കാർ ചുറ്റും കൂടുന്നു, മീഡിയക്കാർ ചുറ്റും കൂടുന്നു, യൂട്യൂബ് ബ്ലോഗേഴ്സ് അല്ല ചാനലുകാർ ചർച്ചയോട് ചർച്ച, അവരുടെ വൃത്തികേട് ക്രൂരത ഫോട്ടോ എടുത്ത് ചാർട്ട് വരച്ച് പത്രങ്ങളിൽ എന്തെല്ലാം കൃത്യമായിട്ട് ഇത് കൂടെ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇത് കൂടെ ഇവർ കാണിച്ചു, ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ തെറിയും ചെറിയ പറഞ്ഞുകൊണ്ട് കുറേ കമന്റ് ഇട്ടുന്നു, ഇവരെയൊക്കെ തൂക്കിക്കൊരണം, തല്ലിക്കൊരണം, വെട്ടിവെച്ച് കൊരണം, ഓടിച്ചിട്ട് കൊരണം, ഇങ്ങനെ എന്തെല്ലാം കമന്റുകളാണ്. ഏത് മേഖലയുള്ളൊരു വീഴ്ചയെ പറ്റി കേൾക്കുമ്പോഴാണ്, ആരുടെ വീഴ്ച കേൾക്കുന്നതായിക്കോട്ടെ, ഇതുപോലെയാണ് എല്ലാവരും. നേരത്തെ പറഞ്ഞ പോലെ കുഴിയിൽ വീണ പന്നിക്ക് കല്ലും മുട്ടിയും തടിയും തന്നെ പുറത്തോട്ട് കിട്ടും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് തമ്പുരാൻ എന്നാ നിൽക്കുന്നത്. തമ്പുരാന്റെ ശരി കണ്ടോ, കുഴിയിൽ വീണ പന്നി തമ്പുരാന്റെ മുമ്പിലാണേ ചേർത്ത് പൊക്കിയെടുക്കാനായിട്ടാണ്. ആട് കുഴി വീഴുമ്പോൾ അതിന് പുറകെ ചെന്ന് പൊക്കിയെടുക്കുന്ന ഇടയ, എന്നിട്ട് എവിടെ വെക്കും? തോളത്തേറ്റും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുള്ള ഈശോയുടെ നിഷ്കർഷയെ ഒരു പൊതുശീർഷകമാക്കിക്കൊണ്ട് കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ നടത്തുന്നതായ വചന വിചിന്തന പരമ്പരയുടെ 35ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചയായിട്ട് പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയുടെ 7 യാചനകൾ, 1ാമത്തെ യാചനയെക്കുറിച്ച് വിചിന്തനം നമ്മൾ ആഴപ്പെട്ട് എടുക്കുകയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണം. എപ്പോഴാണ് ഒരു വ്യക്തിയുടെ പേര് പൂജിതമാകും? നമ്മൾ വചനത്തിന്റെ വിഷയത കാണുകയാണ്, ദൈവത്തിന്റെ നാമവുമായി ബന്ധിപ്പിച്ചുകൊണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ കാണുകയുണ്ടായി, ഒരു രോഗി, ആ രോഗിയെ വീട്ടിലെത്തി സൗജന്യമായിട്ട് പരിചരിച്ച് ചികിത്സിച്ച് പൊക്കിക്കൊണ്ടുപോയി സുഖപ്പെടുത്തിയെടുത്തൊരു ഡോക്ടറുടെ നന്മയെക്കുറിച്ച്. ആ രോഗിക്ക് എത്ര നിറവാണ് ഉള്ളില്. ആ ഡോക്ടറുടെ പേര് എവിടെ കേട്ടാലും, ആര് പറഞ്ഞ് കേട്ടാലും ആ രോഗി അറിയാതെ സന്തോഷത്തോടെ പറയുക, എൻ്റെ ഡോക്ടറാണ്, എന്നെ രക്ഷിച്ച ഡോക്ടറാണ്, നല്ല ഡോക്ടറാണ്, ഇങ്ങനെ തന്നെ പറയും. അതുപോലെ നമ്മൾ ദൈവത്തിന്റെ നന്മ അറിയണം. രോഗിക്ക് ആ വൈദ്യനെ കൊണ്ട് ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് രോഗിയായ മത്തായി, ചുങ്കക്കാരൻ മത്തായിയുടെ വീട്ടിൽ പോയിരുന്നു കൊണ്ട് അവനെ സൗഖ്യപ്പെടുത്തി സ്വന്തമാക്കി ചേർത്തെടുക്കുന്ന ഈശോയെ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു. മത്തായി 9. തമ്പുരാന്റെ ഈ ഒരു മനസ്സ് നമ്മൾ അറിയണം. അതേപ്പറ്റി അന്ന് അവിടെ തർക്കം ആൾക്കാർ പറയുമ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടി ഉണ്ടല്ലോ, ഞാൻ ആഗ്രഹിക്കുന്ന ബലിയല്ല കരുണയാണ് എന്നതിന്റെ അർത്ഥം. നിങ്ങൾ പോയി പഠിക്കുക, നിങ്ങൾ പോയി പഠിക്കാൻ പറയുകയാണ്. ഇത് നമ്മുടെ എല്ലാവരോടും പറച്ചിലാണ്, ഇത് നമ്മുടെ എല്ലാവരോടും ദൈവത്തിന്റെ പറച്ചിലാണ്. നമ്മൾ പോയി പഠിക്കണം. അത് പഠിക്കാൻ നമ്മൾ നോക്കുകയാണ് ഈശോ പഠിപ്പിച്ച് വെച്ചുകൊണ്ട്. ഏശയ്യായുടെ പുസ്തകത്തില് 43ാമത്തെ അധ്യായത്തില് 4-ാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ, നീ എനിക്ക് ബഹുമാന്യനും പ്രിയങ്കരനും അമൂല്യനുമാണ്, വിലപ്പെട്ടവനുമാണ്. അവിടെ എനിക്ക് നിന്നെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല, എനിക്കിതിനെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. യോഹന്നാൻ സുവിശേഷത്തില് 8ാമത്തെ അധ്യായത്തിൽ 1 മുതൽ വാക്യങ്ങളിലും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കൊണ്ടുവരാൻ കാണാൻ പറ്റും. ഈശോ നമുക്ക് കൊണ്ടുവരികയാണ്. ഈശോയെ കെണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യഹൂദർ ചെയ്യുന്നത്. അവളെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ തന്നെ അവളെ കല്ലെറിഞ്ഞ് കൊല്ലാനുള്ള എല്ലാ വകുപ്പും അവർക്കുണ്ട്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അന്ന് അവർ ഇവിടെ പിടിച്ചു കഴിഞ്ഞിട്ട് കല്ലെറിഞ്ഞ് കൊല്ലുന്നില്ല. അവളെ വലിച്ചുകൊണ്ട് ഈശോ ഒക്കെ കൊണ്ടുവന്നിട്ട് മുമ്പിലിട്ട് കൊടുത്തു. എന്നിട്ട് പരീക്ഷിക്കാൻ വേണ്ടി നമുക്കറിയാമല്ലോ കെണി എന്നാന്നറിയാം. കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞാൽ ഈശോ കല്ലെറിഞ്ഞ് കൊല്ലാൻ കൂടേണ്ടി വരും. അങ്ങനെ ഈശോയെ കൊണ്ട് എറിഞ്ഞ് കൊല്ലിപ്പിക്കാം. ഈശോയുടെ ആ ഒരു കാരുണ്യമായ ചിത്രത്തെ തെറ്റിക്കാൻ പറ്റും. ഇനി അതെല്ലാം എറിയണ്ടെന്ന് പറഞ്ഞ് വിടാൻ പറയുകയാണെങ്കിലും മോശയുടെ നിയമം ലംഘിച്ചായിട്ട് ആരോപണം കൊടുക്കാം. അങ്ങനെ ഇവർ കെണി വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈശോ ഒന്നും മിണ്ടാതെ നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്ന് വിരല് കൊണ്ട് മണലില് ഇവര് പിന്നെ ചോദിച്ചപ്പോൾ അവസാനം ഈശോ തലയുയർത്തിക്കൊണ്ട് ഒറ്റ വാക്യം മാത്രം പറയും, നിങ്ങൾ പാവമില്ലാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. ഇത് ദൈവത്തിന് മാത്രം ഇത്ര ജ്ഞാനത്തോടെ ഉത്തരം കൊടുക്കാൻ പറ്റുള്ളൂ. ഈശോ തന്നെ യോഹന്നാൻ സുവിശേഷം 7ാമത്തെ അധ്യായത്തില് 14-15 വാക്യങ്ങളില് യഹൂദർ ആശ്ചര്യപ്പെട്ട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഇവർ ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കും, ഇവർ ഇത്ര ഈ ജ്ഞാനം എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നത് കാണാൻ പറ്റും. ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ. അതിന്റെ കാരണം ഗലീലക്കാരനാണ്. ഗലീലയുടെ വിശേഷം എന്താ? അവിടെ ഗലീല കടറുണ്ട്. അതുകൊണ്ട് എന്താ, അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ഒരുപാട് മീൻ പിടിക്കാൻ പോവുകയാണ്. അപ്പൊ ആ വീടുകളിലുള്ള പിള്ളേർ തലപൊങ്ങി വരുമ്പോഴേ അമ്പിളരെല്ലാം അപ്പന്മാരുടെ കൂടെ മീൻ പിടിക്കാൻ പോകും. കാരണം അവർക്ക് വിദ്യാഭ്യാസം പറയുന്ന പരിപാടിയേ ഇല്ല. നിരക്ഷര കുഷ്ഠികളുടെ സ്ഥലമാണ് ഗലീലി. അതിന്റെ ഒരു കേന്ദ്ര സ്ഥലം നസറത്ത്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം ആദ്യം കാണുന്നത് നഥാനയേൽ ഈശോയെ കുറിച്ച് കേൾക്കുമ്പോൾ നസറത്തിൽ നിന്നോ ഇത് കേൾക്കുമ്പോഴേ ചോദിക്കും, വല്ല നന്മയും വരും അവിടുന്ന്. ഫിലിപ്പോട് ചോദിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഈശോയ്ക്ക് എവിടുന്ന് കിട്ടിയ ജ്ഞാനം എന്ന് യഹൂദര് ഒരു ആശ്ചര്യപ്പെടുമ്പോൾ ഈശോ പറയാണ്, ഇതൊന്നും എൻ്റെതല്ല, പിതാവ് എന്നെ പഠിപ്പിച്ചതാണ്. പിതാവ് പറയുന്നവർ മാത്രമേ പറയുന്നത്.
ഒരു സ്കൂളിലൊരു ആഘോഷം, സ്വാതന്ത്ര്യദിന ആഘോഷം, ഒരു കൊച്ചിനെ പ്രസംഗം ഏൽപ്പിച്ചു. കൊച്ചു വീട്ടിൽ ചെന്ന് പപ്പായോട് പറഞ്ഞു, പപ്പ എന്നെ പ്രസംഗം ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് എഴുതിത്തരാമോ? പപ്പ പറഞ്ഞു എഴുതിത്തരാം. പപ്പ പ്രസംഗം പകരം എഴുതി കൊടുത്തു. അത് അവളെ കൊണ്ട് പറയിപ്പിച്ച് നല്ല പരിശീലിപ്പിച്ചിട്ട് വിട്ടു. മീറ്റിങ്ങിന്റെ സമയമായപ്പോൾ ഈ പെങ്കൊച്ച് കയറി നല്ല ഒന്നാം തീപ്പ് പ്രസംഗം, കൈയും കാലും എല്ലാം എടുത്ത് നല്ല ആശയങ്ങൾ ഇങ്ങനെ അടുക്കി ഭംഗിയായിട്ട് പറഞ്ഞ് അവതരിപ്പിച്ചപ്പോൾ കൂട്ടുകാർ അത്യാവശ്യം കൈയടിച്ചു അങ്ങ് സന്തോഷം പ്രകടിപ്പിച്ചു. എന്നിട്ട് അവിടെ ഇറങ്ങി വരുമ്പോൾ പറയുക, എത്ര ഒന്നാം തരം പ്രസംഗം, മിടുമിടുക്കി നല്ല ആശയങ്ങളായിരുന്നു. അങ്ങനെ പറഞ്ഞ് അഭിനന്ദിക്കുമ്പോൾ അവള് പറയുകയാണ്, ഇത് എൻ്റെ അല്ല, പപ്പ എനിക്ക് എഴുതി തന്നതാ, പപ്പ എന്നെ പഠിപ്പിച്ചതാ എന്നൊരു കൊച്ചു പറയുകയാണ്. എന്താണ്? അതാണ് ഇവിടെ ഈശോ പറയുന്നത്, ഇതൊന്നും എൻ്റെതല്ല, പിതാവ് എന്നെ പഠിപ്പിച്ചത് തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വേണ്ടി കൊണ്ടുവരുന്നത് ഈശോ ഇതുപോലെയുള്ള ജ്ഞാനം നിറഞ്ഞ ഒരു മറുപടി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് സ്വർഗസ്ഥനായ പിതാവ് തൻ്റെ ആത്മാവ് വഴി ഈശോയോട് നിരന്തരം സംസാരിക്കുന്നത്, പറയുന്നത് ശ്രവിച്ചിട്ട് ഈശോ വിധിക്കുന്നതാണ്, പറയുന്നതാണ്. അതാണല്ലോ യോഹന്നാൻ 5:30 ഞാൻ ശ്രവിക്കുന്നവരെ ഞാൻ വിധിക്കുന്നു. അങ്ങനെയുള്ള ഈശോ. അപ്പൊ ഈ പ്രവൃത്തി ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ ചെയ്യുന്ന ഒന്നും സ്വമേധ ചെയ്യുന്നില്ല. സ്വർഗത്തിലെ എൻ്റെ ദൈവം, സ്വർഗത്തിലെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്നെ പ്രവൃത്തികൾ ചെയ്യുകയാണ്. പിതാവ് ചെയ്ത് കാണുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടാനുള്ള എല്ലാ വകുപ്പും പാപം കൊണ്ട്, വൃത്തികേട് കൊണ്ട് അത് പിടിക്കപ്പെട്ടിരിക്കുന്നു. മോശ നിയമമുണ്ട്. അങ്ങനെ എല്ലാ വകുപ്പുമുള്ള ഈ പെണ്ണിനെ കല്ലെറിഞ്ഞ് കൊല്ലാൻ തമ്പുരാനെ കിട്ടിയല്ല. ദൈവം ഇല്ല കല്ലെറിഞ്ഞ് കൊല്ലാൻ. നമുക്കെല്ലാം അറിയാൻ ഇഷ്ടമാണ്, കുറ്റം പറയാൻ, കുറ്റം ആരോപിക്കാൻ. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു തെറ്റ് ഒരാൾ ചെയ്തതായിട്ട് കേട്ടുകഴിഞ്ഞാൽ പത്രക്കാർ ചുറ്റും കൂടുന്നു, മീഡിയക്കാർ ചുറ്റും കൂടുന്നു, യൂട്യൂബ് ബ്ലോഗേഴ്സ് അല്ല ചാനലുകാർ ചർച്ചയോട് ചർച്ച, അവരുടെ വൃത്തികേട്, ക്രൂരത ഫോട്ടോ എടുത്ത് ചാർട്ട് വരച്ച് പത്രങ്ങളിൽ എന്തെല്ലാം കൃത്യമായിട്ട് ഇത് കൂടെ അങ്ങനെ കാണിച്ചു, ഇങ്ങനെ കാണിച്ചു, ഇത് കൂടെ ഇവർ കാണിച്ചു, ഇങ്ങനെ. അപ്പോൾ ആൾക്കാർ തെറിയും ചെറിയ പറഞ്ഞുകൊണ്ട് കുറേ കമന്റ് കിട്ടുന്നു, ഇവരെയൊക്കെ തൂക്കിക്കൊരണം, തല്ലിക്കൊരണം, വെട്ടിവെച്ച് കൊരണം, ഓടിച്ചിട്ട് കൊരണം, ഇങ്ങനെ എന്തെല്ലാം കമന്റുകളാ ഏത് മേഖലയുള്ളൊരു വീഴ്ചയെ പറ്റി കേൾക്കുമ്പോഴാണ്. ആരുടെ വീഴ്ച കേൾക്കുന്നതായിക്കോട്ടെ, ഇതുപോലെയാണ് എല്ലാവരും. നേരത്തെ പറഞ്ഞ പോലെ കുഴിയിൽ വീണ പന്നിക്ക് കല്ലും മുട്ടിയും തടിയും തന്നെ പുറത്തോട്ട് കിട്ടും. അങ്ങനെയുള്ള അവസ്ഥയിലാണ് തമ്പുരാൻ എന്നാ നിൽക്കുന്നത്. തമ്പുരാന്റെ ശരി കണ്ടോ? കുഴിയിൽ വീണ പന്നി തമ്പുരാന്റെ മുമ്പിലാണ് ചേർത്ത് പൊക്കിയെടുക്കാനായിട്ടാണ്. ആട് കുഴി വീഴുമ്പോൾ അതിന് പുറകെ ചെന്ന് പൊക്കിയെടുക്കുന്ന ഇടയൻ. എന്നിട്ട് എവിടെ വെക്കും? തോളത്തേറ്റും. കണ്ടില്ലേ ലൂക്ക 15 ആദ്യ കന്യകയില് തോളലേറ്റ് തിരിച്ചു വരുന്ന ഇടയൻ. അപ്പൊ ഈ വ്യഭിചാരിണിയായ സ്ത്രീ കുഴി വീണ ആടാ, അതിനെ കളയാൻ, തല്ലി എറിഞ്ഞ് കുഴിച്ചു കൂടാനായിട്ടാണ് ജനം പറയുന്നത്. മോശയുടെ നിയമം ഒത്തിരിക്കും ആ രീതിയിൽ. അപ്പൊ കാരുണ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ബലിയല്ല എന്ന അർത്ഥം. നിങ്ങൾ പഠിക്കുക എന്ന് പറയുന്ന ഈശോ ഇവിടെ പഠിപ്പിക്കുകയാണ്. ഇവർ പഠിച്ചിട്ടില്ല, പക്ഷെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഈ വചനത്തെ വ്യാഖ്യാനിക്കണം, ഇങ്ങനെ വ്യാഖ്യാനിക്കണം. എന്നിട്ട് പറയാം, പാവം ഇല്ലാത്തൊരു കല്ലറിയട്ടെ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ കമന്റ് യോഹന്നാൻ എഴുതുന്നുണ്ട്. നമ്മളെല്ലാവരും ഞടുക്കേണ്ട കമന്റാണ്, കണ്ണു തുറപ്പിക്കേണ്ട കമന്റാണ്. ആ കൂട്ടത്തിലെ വലിയവൻ പ്രായം ചെന്നവർ തുടങ്ങി പ്രായം കുറഞ്ഞവർ വരെ എല്ലാവരും കല്ലിട്ടിട്ട് പോയി. ആരുമില്ല, ഈശോ സ്ത്രീ മാത്രം അവശേഷിച്ചു. ഇതിനകത്തുള്ള എന്താ സൂചന നോക്കിക്കേ? ഈ വന്നിരുന്ന കുറെ പുരുഷന്മാരാണ്. അവരിവിടെ പാപം ആരോപിക്കുന്നു. എന്ത് പാപമാണ്? ലൈംഗിക പാപം, വ്യഭിചാരത്തിന്റെ പാപം. ഈശോ പറയുകയാണ്, നിങ്ങൾ പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലെറിയട്ടെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ലൈംഗിക പാപം തന്നെയാണ്. ഈ പെണ്ണിനെ പറ്റി നിങ്ങൾ ആരോപിക്കുന്ന ആ ഒരു പാപമുണ്ടല്ലോ, അങ്ങനെ പാപം ചെയ്തിട്ടില്ലാത്ത വ്യക്തി ആദ്യത്തെ കല്ലെറിയട്ടെ എന്ന് പറയുമ്പം തമ്പുരാൻ അറിയാം, ഒരു ലൈംഗിക മേഖലയിൽ വ്യഭിചാരം എന്തെങ്കിലും വൃത്തികേട് കാണിക്കാത്ത ഒറ്റ വ്യക്തി പോലും ഈ കൂട്ടത്തിലില്ല. തെളിയുകയും ചെയ്തു. നമ്മൾ ഞടുങ്ങണ സ്നേഹമുള്ളവരെ നമ്മുടെ മനുഷ്യരുടെ ബലഹീനത കണ്ടു. മോശ മലമുകളിൽ നിന്ന് സീനായിൽ നിന്ന് കൽപ്പന കൊണ്ട് ഇറങ്ങി വരുമ്പോൾ അഹ്റോൻ ജനത്തിന് നടുവിൽ കാളക്കുട്ടി ആരാധിക്കുന്നു. അതിനെപ്പറ്റി വഴക്ക് പറയുമ്പം അഹ്റോൻ പറഞ്ഞ കമന്റ് വായിച്ച് പറഞ്ഞതാണ്, ഈ ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങേക്ക് അറിയാമല്ലോ. അതിനെ തിരുത്താൻ പോകുന്നതിന് വരാൻ കൂടുതൽ അഹ്റോൻ പോയി. അതാണ് സംഭവിച്ചത്. ജനത്തിന് തിന്മയിലേക്കുള്ള ചായ്വ് ഇതെങ്ങനെ വന്നുവെന്ന് CCC കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഉത്ഭവഭാവത്തോടുകൂടെ മനുഷ്യ മക്കളുടെ മേൽ സാത്താൻ ഒരു ആധിപത്യം നേടി. 406, 407, 408 കണ്ണികളുടെ CCCക്ക് അത് വായിച്ചു നോക്കിക്കോ. ആദ്യത്തെ പാപത്തോടുകൂടെ സാത്താൻ മനുഷ്യ മക്കളുടെ ഒരു ആധിപത്യം നേടി. പാപത്തിലേക്ക് വലിച്ചടിക്കുന്ന ആധിപത്യം, പാപാസക്തിയുടെ പിടുത്തം, അതിന്റെ കീഴിൽ അമർന്ന് കിടക്കുന്ന പ്രകൃതമാണ് നമ്മുടെ വസ്തുത അവഗണിക്കുന്നത്. ഗൗരവമുള്ള വീഴ്ചകൾക്ക് ഇടവരുത്തും എന്ന് CCC കൃത്യമായിട്ട് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്.
അപ്പൊ അഹ്റോൻ പറയാണ്, തിരുമേനിക്ക് ചാഞ്ഞിരിക്കുന്നത് അങ്ങക്ക് അറിയാമല്ലോ. അഹ്റോൻ അറിയാം, പക്ഷെ തിരുന്ന് നോക്കുന്നില്ല. അപ്പൊ ആ പ്രകൃതം ദൈവത്തിന് അറിയാം നമ്മളെ കുറിച്ച്. അവിടെ ഈ പാപിനിയായ സ്ത്രീയെ കരഞ്ഞു കൊല്ലാനല്ല, എറിയാൻ വന്നോട് തമ്പുരാൻ പറയാണ്, ഈശോ പറയാണ്, നിങ്ങളെല്ലാം പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നവരല്ലേ, ആരും കാണാതെ രഹസ്യമായിട്ട് ഇരുട്ടിലും മറവിലും പോയി പാപം ചെയ്യുന്നവരല്ലേ, എന്നിട്ട് എന്താ നിങ്ങൾ അറിയാൻ വേണ്ടി നിൽക്കുന്നത് എന്നിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് ദൈവം ഒരു വ്യക്തിയെ സഹായിക്കുന്നത്, രക്ഷിക്കുന്നത് എന്ന്. എല്ലാവരും ഇട്ടിട്ട് പോയി ചോദിക്കും, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, പൊക്കിടുക, ഇനി പാപം ചെയ്യരുത്. കണ്ടോ, ഇതാണ് സ്വർഗത്തിലെ ദൈവം. ഈ പ്രവൃത്തി മുഴുവനും, ഇങ്ങനെയുള്ള ഈശോയുടെ പ്രവൃത്തി, പറഞ്ഞതും ചെയ്തതും നിലത്തെഴുതുന്നതും നോക്കുന്നതും പറയുന്നതും അവസാനം സ്ത്രീയോട് സംസാരിക്കുന്നത്, അവിടെ പറഞ്ഞു വിടുന്നത് മുഴുവനും ചെയ്തത് സ്വർഗത്തിലെ ദൈവമാണ്. ഏത്? നമ്മുടെ അപ്പ, ആബപിതാവ്. ആ ആബപിതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഈശോ പറയുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ നാമം അങ്ങ്. ആ നാമത്തിന്റെ, ആ വ്യക്തിയുടെ, ദൈവത്തിന്റെ നന്മ ഇതുപോലെ ഈശോ വെളിപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ ദൈവത്തെ അറിയാനാ, അറിഞ്ഞ് സ്നേഹിക്കണം. അവിടുത്തെ നിരക്കുള്ള ആദരവും ആരാധനയും സ്തുതികളും നിറഞ്ഞു നിൽക്കണം. യേശയ്യ 43:4 പറഞ്ഞില്ലേ? ഒരു ഉദാഹരണം പറയട്ടെ, അല്പം അരോചകമാണെന്ന് തോന്നും. ഒരു വ്യക്തി ക്ലോസറ്റിൽ കയറിയിട്ട്, ടോയ്ലറ്റിൽ കയറിയിട്ട് കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് വാഷ് ചെയ്ത് എണീറ്റ് ഡ്രസ്സൊക്കെ തിരിച്ച് കയറ്റിയിടുകയാണ്. അല്പം അരോചകമാണ്, ക്ഷമിക്കുക. ഉദാഹരണം, അങ്ങനെ കയറ്റിയിട്ട് എന്നിട്ട് റെഡിയായിട്ട് തിരിഞ്ഞ് എന്നിട്ട് ഫ്ലഷ് ചെയ്യാനായിട്ട് ഫ്ലഷിന്റെ നോബയിലോട്ട് ഇങ്ങനെ കൈ വെച്ച് കുരിഞ്ഞ് ചെന്നപ്പം ഒരു സ്വരം കേട്ടു, പ്ലോ. നോക്കിയപ്പോ കഴുത്തെ കിടന്ന 4 പവന്റെ സ്വർണ്ണമാല എങ്ങനെയോ കൊളുത്തൂരി അങ്ങോട്ട് വീണു, ഈ അടുക്കിനകത്തോട്ട്. സ്വരം കേട്ട് നോക്കിയപ്പോഴത്തേക്ക് ഇത് അങ്ങ് താന്നു പോയി. നോക്കാൻ പറ്റുന്നില്ല, അഴുക്ക് മുഴുവൻ കിടക്കുക, അടുക്കിന്റെ അടിയിലോട്ട് പോയി എന്ന് വിചാരിക്കുക. ഫ്ലഷ് ചെയ്യാൻ വേണ്ടി കൈ വെച്ചിരിക്കുക. എന്ത് ചെയ്യും? ഫ്ലഷ് ചെയ്യുമോ? ഞാനിങ്ങനെ ധ്യാനത്തിൽ ഇങ്ങനെ ചോദിച്ചപ്പം ആൾക്കാരെല്ലാം ചിരിക്കുക. എന്നിട്ട് പറഞ്ഞ, പിന്നെ ചോദിച്ചപ്പം ഒരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, ഇങ്ങനെ എന്നാ ചെയ്യുമോ ചോദിക്കരുത്, എന്ത് സംഭവിക്കുമെന്ന് ഞാൻ വേണം പറയാം അച്ഛാ. കുറച്ച് സമയം കഴിയുമ്പം ഈ മാലയെ തൂക്കി പിടിച്ച് അങ്ങനെ ഇറങ്ങി വരും. എങ്ങനെയാ ചോദിച്ചേക്കരുത്. കൈയിട്ടാണോ, കമ്പിട്ടാണോ, മൂക്ക് പൊത്തിയോ, കണ്ണ് പൊത്തിയോ, ഒന്നും ചോദിച്ചേക്കരുത്. ഈ മാല കളയാറ്, പക്ഷെ ചെയ്യാൻ പറ്റത്തില്ല, വിലപ്പെട്ടതാ. 24 മണിക്കൂർ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടാണേലും അത് അടുത്ത ദിവസം കഴുത്തേ കാണും. എൻ്റെ മാല, 4 പവന്റെ മാല. ഉണ്ടോ? ഇതാണ് തമ്പുരാൻ. പാപിയെ നോക്കുമ്പോൾ പാപത്തെ അല്ല കാണുന്നത്, പാപിയെ കാണുന്നത്. അടുക്കിലേക്ക് നോക്കുമ്പോൾ അഴുക്കല്ല കാണുന്നത്, അടുക്കിടക്ക് മാലയാണ്. ആ മാല ഫ്ലഷ് ചെയ്യാൻ പറ്റത്തില്ല. നീ എനിക്ക് വിലപ്പെട്ടവനാ, പ്രിയങ്കരനാ, ബഹുമാന്യനാ, നിന്നെ കളയാൻ പറ്റത്തില്ല. ഏതൊരു പാപി അവസ്ഥയിൽ കിടക്കുന്ന വ്യക്തിയും തമ്പുരാൻ ഇങ്ങനെ കാണുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളെ തമ്മിൽ നോക്കുന്നത് ഇങ്ങനെ എത്ര പാപത്തിൽപ്പെടുമ്പോഴും, എത്ര അധികമായിട്ട് പാപത്തിൽപ്പെട്ടാലും അത്ര അധികമായിട്ട് നൊമ്പരത്തോടെ വരികയാണ്. സ്നേഹമുള്ള സഹോദരങ്ങൾ, ഈ തമ്പുരാൻ നമുക്ക് അനുഭവിക്കണം. തിമോത്തിയോട് 2-ാം ലേഖനം 2-ാം അധ്യായത്തില് 7-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുന്നത് തിമോത്തിയോട്, ഞാൻ പറയുന്ന ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം നീ അവധാനതയോടെ ചിന്തിക്കുക. എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടി കഴിവ് കർത്താവ് നിനക്ക് നൽകും. ഇതെല്ലാം അവധാനതയോടെ ചിന്തിച്ച് കേട്ടിട്ട് മറന്നു പോകരുത്, കടന്നു പോകരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് അവിടുത്തെ നാമം പൂജിതമാകണമെന്ന് അറിഞ്ഞ അനുഭവത്തിൽ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.